ഹലോ ഫ്രണ്ട്സ്, എഫ് ഗുരു മലയാളത്തിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഒരു നിമിഷം കണ്ണുകളടച്ച് നിങ്ങളുടെ കുട്ടിക്കാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങളൊരു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഒരു മുറിയിൽ തനിച്ചിരുന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു മാർഷ്മാലോ, അതായത് ഒരുതരം ചോക്ലേറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീം, ലഡു, ജിലേബി പോലെയുള്ളവ വെച്ചിരിക്കുന്ന ഒരു ചിത്രം സങ്കല്പിക്കുക. നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഒരാൾ പറയുന്നു, നിനക്ക് വേണമെങ്കിൽ ഈ മാർഷ്മാലോ ഇപ്പോൾ തന്നെ കഴിക്കാം. പക്ഷേ കുറച്ചുനേരം കാത്തിരുന്നാൽ ഞാൻ നിനക്ക് ഒന്നിനു പകരം 2 മാർഷ്മാലോകൾ തരാം. ഇപ്പോൾ പറയൂ, നിങ്ങൾ എന്തു ചെയ്യും? ആ മാർഷ്മാലോ ഉടൻ തന്നെ കഴിക്കുമോ, അതോ ക്ഷമയോടെ കാത്തിരിക്കുമോ? ഇത് വെറുമൊരു കുട്ടിക്കളിയല്ല, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ വാൾട്ടർ മിഷേൽ എന്ന മനഃശാസ്ത്രജ്ഞൻ നടത്തിയ പ്രശസ്തമായ മാർഷ്മാലോ പരീക്ഷണം നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. അദ്ദേഹം നടത്തിയ പരീക്ഷണമാണ് മുകളിൽ നമ്മൾ സങ്കല്പിച്ചത്. വർഷങ്ങൾക്കു ശേഷം ഈ കുട്ടികൾ വലുതായപ്പോൾ അവർ ജീവിതത്തിൽ എങ്ങനെ വിജയിച്ചു എന്ന് ഗവേഷകർ പഠിച്ചു. ആശ്ചര്യകരമെന്നു പറയട്ടെ, ക്ഷമയോടെ കാത്തിരുന്ന കുട്ടികൾ ജീവിതത്തിൽ കൂടുതൽ വിജയം നേടി. അവർ പഠനത്തിൽ മികവ് പുലർത്തി, നല്ല ബന്ധങ്ങൾ സ്ഥാപിച്ചു, കൂടുതൽ പണം സമ്പാദിച്ചു, ജീവിതത്തിലെ വെല്ലുവിളികളെ കൂടുതൽ ഫലപ്രദമായി നേരിട്ടു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മുടെ ജീവിതത്തിലെ വിജയവും സമ്പത്തും തീരുമാനിക്കുന്നത് നമ്മുടെ ക്ഷമയും ആത്മനിയന്ത്രണവുമാണ്. സുഹൃത്തുക്കളെ, ജീവിതം ഒരു മാർഷ്മാലോ പരീക്ഷണം പോലെയാണ്. ഓരോ ദിവസവും നമ്മൾ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നു. ഇപ്പോൾ സുഖം അനുഭവിക്കണോ, അതോ ഭാവിയിൽ കൂടുതൽ സന്തോഷം നേടണോ? ഇപ്പോൾ പണം ചെലവഴിക്കണോ, അതോ ഭാവിയിലേക്ക് സമ്പാദിക്കണോ? പലരും എളുപ്പമുള്ള വഴി തിരഞ്ഞെടുക്കുന്നു. അവർ തൽക്ഷണ സന്തോഷങ്ങൾക്കായി, അഥവാ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ വേണ്ടി ജീവിക്കുന്നു. പക്ഷേ വിജയം നേടുന്നവർ വ്യത്യസ്തരാണ്. അവർ ദീർഘകാല ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. അവർ ക്ഷമയോടെ കാത്തിരിക്കുന്നു. അവരുടെ പരിശ്രമങ്ങൾ ഭാവിയിൽ വലിയ പ്രതിഫലം നൽകുമെന്ന് അവർക്കറിയാം. നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുക. ഇന്ന് EMI വഴി ഒരു പുതിയ ഫോൺ വാങ്ങണോ, അതോ ആ പണം നിക്ഷേപിച്ച് വളരാൻ അനുവദിക്കണോ? പെട്ടെന്നുള്ള സന്തോഷങ്ങൾക്കായി പണം ചിലപ്പോൾ കടം വാങ്ങിയെങ്കിലും ചെലവഴിക്കുന്നതിനു പകരം സമ്പാദിക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യുന്നവർ ഭാവിയിൽ സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നു. ആത്മനിയന്ത്രണം എങ്ങനെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു? പണം എങ്ങനെ സമ്പാദിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം അത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ്. നിങ്ങൾ എത്ര പണം സമ്പാദിച്ചാലും ആത്മനിയന്ത്രണമില്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി സുരക്ഷിതരാകില്ല. എന്നാൽ നിങ്ങൾക്ക് ക്ഷമയോടെ കാത്തിരിക്കാൻ കഴിഞ്ഞാൽ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സമ്പാദ്യമുണ്ടാക്കാം. നിക്ഷേപങ്ങളിലൂടെ പണം വർദ്ധിപ്പിക്കാം. കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടാം. സാമ്പത്തിക സ്വാതന്ത്ര്യവും സുരക്ഷയും നേടാം. ഈ ലോകം നമ്മെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ആകർഷകമായ പരസ്യങ്ങൾ, ആഡംബര ജീവിതശൈലികൾ, സുഹൃത്തുക്കളുടെ സമ്മർദ്ദം എന്നിവയെല്ലാം നമ്മെ തൽക്ഷണ സന്തോഷങ്ങളിലേക്ക് നയിക്കുന്നു. എന്നാൽ ഈ പ്രലോഭനങ്ങളെ ചെറുത്ത് ദീർഘകാല ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരാണ് വിജയിക്കുന്നത്. നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിലെ മാർഷ്മാലോ പരീക്ഷണം എങ്ങനെ വിജയിക്കാം? ഓരോ തവണയും എന്തെങ്കിലും വാങ്ങുന്നതിനു മുമ്പ് എനിക്കിത് ശരിക്കും ആവശ്യമുണ്ടോ എന്ന് സ്വയം ചോദിക്കുക. ആഡംബരങ്ങൾക്കായി പണം ചെലവഴിക്കുന്നതിനു പകരം സമ്പാദിക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യുക. പണം ഒരു ഉപകരണം മാത്രമാണെന്ന് മനസ്സിലാക്കുക. അതുപയോഗിച്ച് ഭാവിയിൽ കൂടുതൽ സന്തോഷം നേടുക. വിജയം ഒറ്റ രാത്രി കൊണ്ട് നേടാൻ കഴിയില്ല. ക്ഷമയോടെയും അച്ചടക്കത്തോടെയും പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ലക്ഷ്യത്തിലെത്താൻ കഴിയൂ. ഓരോ ദിവസവും ചെറിയ ചെറിയ തീരുമാനങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം സമ്പാദിക്കാനായി മാറ്റിവെക്കുക. നിക്ഷേപങ്ങളെക്കുറിച്ച് പഠിക്കുക. നിങ്ങളുടെ പണം വളരാൻ അനുവദിക്കുക. കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പദ്ധതി തയ്യാറാക്കുക. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ സമയം കണ്ടെത്തുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ നിങ്ങളെ സഹായിക്കുന്ന ആളുകളുമായി ബന്ധം സ്ഥാപിക്കുക. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുക. അതിനായി ഒരു പദ്ധതി തയ്യാറാക്കുക. നിങ്ങളുടെ പുരോഗതി പതിവായി വിലയിരുത്തുക. ആവശ്യമെങ്കിൽ മാറ്റങ്ങൾ വരുത്തുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയാൽ സ്വയം അഭിനന്ദിക്കുക. നിങ്ങളെ അഭിനന്ദിക്കുവാൻ നിങ്ങളെക്കാൾ കൂടുതൽ മറ്റാർക്കാണ് കഴിയുക? കൂടുതൽ പ്രചോദനം നേടുക. ഓർക്കുക, ജീവിതത്തിലെ ഓരോ ചെറിയ തീരുമാനവും നിങ്ങളുടെ ഭാവിയെ സ്വാധീനിക്കും. ക്ഷമയോടെ കാത്തിരിക്കാനും ആത്മനിയന്ത്രണം പാലിക്കാനും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തും നേടാൻ കഴിയും. അപ്പോൾ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ജീവിതത്തിലെ മാർഷ്മാലോ പരീക്ഷണം വിജയിപ്പിക്കാൻ. തീരുമാനം നിങ്ങളുടെ കൈകളിലാണ്. ലെറ്റ്സ് സ്റ്റാർട്ട് ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.